2025 കേരള വന ഭേദഗതി ബില്ലും 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു. വനമന്ത്രി AK ശശീന്ദ്രനാണ് ബില്ല് അവതരിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. ഉമേഷ്, കാടിറങ്ങി വരുന്ന വന്യജീവികളെ ഉപദ്രവകാരികളാണെങ്കിൽ മയക്കുവെടി വെക്കാനോ വെടിവെച്ചു കൊല്ലാനോ അനുവാദം നൽകുന്ന ഭേദഗതി എപ്പോഴാണ് അവതരിപ്പിച്ചത്? എന്താണ് സഭയുടെ പ്രതികരണം? ഉമേഷ്, ഏകദേശം 11:30 വനംവകുപ്പ് മന്ത്രി തന്നെ ഈ രണ്ട് ബില്ലുകളും സഭയിൽ അവതരിപ്പിച്ചത്. സഭയിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായി വനമന്ത്രി പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് ഐക്യകണ്ഠേന നിയമസഭ തന്നെ ഈ ഒരു പ്രമേയം പാസാക്കുകയും ഇത്തരത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം കേന്ദ്ര വനമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഈ രണ്ട് ഘട്ടങ്ങളിലും കേന്ദ്രം ഇത് പരിഗണിക്കാൻ തയ്യാറായില്ല. നേരിട്ട് പോയി കണ്ടപ്പോൾ നിഷേധാത്മകമായ പ്രതികരണമാണ് ലഭിച്ചത്. ഈ ഘട്ടത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന നിയമമായതുകൊണ്ട് തന്നെ വന നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് കൊണ്ട് തന്നെ നിയമോപദേശം തേടിയപ്പോൾ ഇത്തരത്തിൽ നിയമ ഭേദഗതി നിയമസഭയിൽ നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്യജീവി സംരക്ഷണ ബില്ലിൽ അതിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത്. അതിൽ ഈ ഭേദഗതി നടപ്പാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളൂടി വിവാദമാകാനും സാധ്യതയുണ്ട്. നിലവിൽ കേന്ദ്രത്തോട് മുന്നിൽ വെച്ച മറ്റൊരു ആവശ്യം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. നിലവിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ നിയമപരമായി വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദമുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്ന കാട്ടുപന്നികളെ തിന്നാൻ കൂടി അവസരം ലഭിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും അതിന് അനുമതി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി അദ്ദേഹം പറഞ്ഞു. അതുകൂടാതെ ഈ വീടുകളിൽ വളർത്തുന്ന ചന്ദനമരവുമായി ബന്ധപ്പെട്ട് ഈ വന നിയമ ഭേദഗതിയിൽ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. വീടുകളിൽ വളർത്തുന്ന ചന്ദനമരം അത് മുറിച്ചു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ കുറച്ചുകൂടി ലഘൂകരിക്കണം. അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചന്ദനമരം മുറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ വനം കോടതികളിൽ നിൽക്കുന്നുണ്ട്. അവയെല്ലാം കോമ്പൗണ്ട് ചെയ്യാനും തീരുമാനിച്ചതായി വനമന്ത്രി പറഞ്ഞു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. ഹഷ്മി. ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.